ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് മീനൊക്കെ വെട്ടി പെരക്കാത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മള് മീൻകറി വെക്കാൻ പോവാണ്. അതുപോലെ തന്നെ കുറച്ച് മീനെടുത്ത് വറക്കാന്ന് വിചാരിച്ചു. ഇന്ന് എന്റെ മനസ്സിലേക്ക് ഈ മത്തി കണ്ടപ്പോഴേക്കും എനിക്ക് വന്ന ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമേ ഉള്ളൂ. നാട്ടിൽ ചെന്നാൽ അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കി തരുന്നാലേ അമ്മച്ചിയുടെ സ്പെഷ്യൽ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മത്തിപ്പീര. ഭയങ്കര ഇഷ്ടമാണ് മത്തിപ്പീര. അതിനപ്പുറം ഒരു കാര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ ഇന്ന് മത്തിപ്പീര വെക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, മത്തി ഉണ്ടാക്കാൻ ഒരു ഭയങ്കര മണമാണ്. എസ്പെഷ്യലി ഞങ്ങളെപ്പോലെ ഈ കല്ലൊന്നും ഇട്ട് ഒരയ്ക്കാൻ കല്ലില്ലാത്തവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ മണം പെട്ടെന്ന് കളയാൻ വേണ്ടി ഒന്ന് രണ്ട് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഉപ്പിനകത്തിട്ട് നമ്മൾ ഈ പരലുപ്പുണ്ടല്ലേ അതിനകത്തിട്ടെന്ന് അതിനെ കഴുകുവാണെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് കഴുകുമ്പോഴേക്കും അതിന്റെ മണം പോവും. അല്ലെങ്കിൽ നമുക്ക് പുളിയുടെ ഇലയില്ലേ, കുടംപുളിയുടെ ഇലയൊക്കെ അല്ലെങ്കിൽ വാളംപുളിയുടെ ഇലയൊക്കെ ഇട്ട് കഴുകുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വാളംപുളി അല്ലെങ്കിൽ കുടംപുളി തന്നെ അതിനകത്തൊന്ന് കഴുകുന്നതും നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഇതിന്റെ മണമെല്ലാം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല നിറത്തിൽ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും കൂടി ചെയ്യും. അപ്പൊ നമ്മുടെ മത്തിപ്പീര ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം നമുക്ക് തേങ്ങ വേണം. ഇവിടെ നല്ല തേങ്ങ കിട്ടാന്നുള്ളതാണ് അതിലും വലിയ പ്രശ്നം. സാധാരണ ഫ്രോസൺ തേങ്ങാപ്പീരൊക്കെ ഞാൻ കിട്ടാറുണ്ട്. ഇന്ന് ഞാൻ തേങ്ങ പൊട്ടിച്ചു. ഇന്നത്തെ തേങ്ങയുടെ കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോണേ, ഒത്തിരി കാലം കൂടി ഇരുന്നാണ് ഇത്രയും നല്ല തേങ്ങ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തേങ്ങ പീര എടുക്കാം. എന്നിട്ട് ഈ പീര ഉണ്ടാക്കുന്ന ആ മിക്സ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മത്തിപ്പീരയ്ക്ക് ഞാനിവിടെ ഇഞ്ചി എടുത്തേക്കുന്നത് കണ്ടോ, ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഇഞ്ചി എടുക്കുക. ഞാനിതിനെ ഇങ്ങനെ കല്ലിനകത്തിട്ടങ്ങ് ഒതുക്കി എടുക്കുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് ചതച്ച് അതിൻ്റെ സത്ത് മുഴുവൻ എടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് കണ്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. ഇതുപോലെ ചതച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ചിലർ വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല, ചിലർ വെളുത്തുള്ളി ഉപയോഗിക്കും. എനിക്ക് 2 വെളുത്തുള്ളി ചേർക്കുന്ന ഇഷ്ടം. നമ്മുടെ ഗ്യാസിനും ഒക്കെ നല്ലതാണ്. വെളുത്തുള്ളി എപ്പോഴും ഗുണമല്ലേ, ഇച്ചിരി ചേർക്കാം. പക്ഷെ വെളുത്തുള്ളിയിലും കൂടുതലാണ് നമ്മുടെ ഇഞ്ചിയുടെയാണ് കൂടുതലും ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതിനെ ഒന്ന് നമുക്ക് ചതച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പീരയും ഇവരെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് വേണേൽ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്താലും മതിയാവും. അല്ലെ കല്ലിലിട്ട് അരയ്ക്കുന്നവർക്ക് അങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്താലും മതിയായിരിക്കും. ഞാൻ എല്ലാവരെയും ഒന്ന് ഇടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ടാണ് 4 ഉപയോഗിക്കുന്നത്. അതിനെ ഞാൻ ചതയ്ക്കുവാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇവരെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒറ്റ ഒതുക്കിയാലും മതിയാവും. നാട്ടിലുള്ളവർക്ക് പച്ചമുളക് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ലത് കാന്താരിയാണ്. അല്ല പച്ച കാന്താരി പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് അവനെയും കൂടെ ഇട്ടങ്ങോട്ട് പൊട്ടിക്കണം. ഇതുപോലെ അങ്ങോട്ട് ഇടിച്ച് ചതച്ചിടണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ, നമ്മുടെ കൊടിയെ നിൽക്കുന്ന പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും ഒരു 3-4 പറിച്ചിട്ട് ഇടിച്ചങ്ങോട്ട് ചേർക്കുകയാണെ ആഹാ കുശാലായി, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കറിവേപ്പില. എൻ്റെ ഫ്രഷ് ഇല്ല, ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയാണല്ലോ ഗതികേട്. ഫ്രോസൺ ആണ് ഞാൻ ചേർക്കുന്നത്. പച്ച എൻ്റെ ഇല്ല. നിങ്ങളുടെ പച്ച ഉണ്ടെങ്കിൽ എല്ലാത്തിനും സ്വാദ് കൂടും കേട്ടോ. നല്ല പച്ച കറിവേപ്പില അവനെയും കൂടി ഇട്ട് ഇതിനകത്തിട്ടൊരു ചതയങ്ങ് ചതയ്ക്കുക. ഇനി നിങ്ങൾ ചേർക്കേണ്ടത് കുഞ്ഞു ഉള്ളി, ചെറിയുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കുക. എൻ്റെ പാവപ്പെട്ട എനിക്ക് ആ കുഞ്ഞുള്ളി ഇല്ല, അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുള്ളി ഉള്ളവർ കുഞ്ഞുള്ളി ചേർക്കുക. ഞാനിപ്പം വേണ്ട എൻ്റെ വെള്ള സബോള ഒരു 1/4 സബോള ചേർത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു സബോളയുടെ 1/4 പീസ്. അതേ ഉള്ളിയുടെ ആവശ്യമില്ല. നിങ്ങൾ ചെറിയുള്ളി ചേർക്കുന്നവർ ഒരു 3-4 ചെറിയുള്ളി ചേർത്താൽ മതിയാവും കേട്ടോ. അതിനെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ വെറുതെ മിക്സിയിലിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ, കല്ലിടണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇടിച്ച് ചേർക്കും. അതിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ. അയ്യോ എന്നെ സ്വരം മോനെ, നമുക്ക് നോക്കാമല്ലോ. അയ്യോ ഞങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോഴേക്ക് കാണുന്നത് ആലിപ്പഴം വീണാണ് കണ്ടത്. വലിയ ആലിപ്പഴമായിരുന്നു. വലിയ വെച്ച് വലിയ കരിങ്കല്ലും നല്ല ഉദ്ദേശിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടോ വീണ കണ്ടോ? ഇത് നല്ല മഴയും അവിടെ പെയ്യുന്നുണ്ട്. നോക്കി നമ്മൾ താഴോട്ട് വീഴുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. മാറിയിട്ട് നല്ല വലിയ വലിയ പരലുകൾ പോലെ വീഴുന്നുണ്ട്. നമുക്ക് എന്ത് രസമാണെന്ന് പറയാൻ കാണാനുണ്ട്. പക്ഷെ നമ്മുടെ ഗ്ലാസ്സാണ് നമ്മുടെ പുറത്തെ റൂമിൽ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അത് പട്ടപ്പട്ടപ്പട്ടപ്പട്ടേന്ന് വീഴുന്ന സ്വരമായിരുന്നു. കണ്ടോ, അത് രസമില്ല കാണാൻ. ഓ മൈ ഗോഡ്, ആ വെള്ള കളർ കാണുന്ന മുഴുവൻ അവിടെ എല്ലാം നോക്കിക്കേ. ആലപ്പുഴ കണ്ടോണ്ട് ഇന്നത്തെ
ഓർത്ത കുക്കിങ്ങിടയ്ക്കാണല്ലോ ഇട്ടിട്ട് പോകുന്നത്. അതുകൊണ്ട് ആലപ്പുഴം കാഴ്ച നിർത്തിയിട്ട് നേരെ നമുക്ക് കുക്കിംഗ് ബാക്കി ചെയ്യാൻ വേണ്ടി ഓടിപ്പറിക്കാത്ത കയറി കേട്ടോ. ചതച്ചെടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ കാന്താരിയും ആ പച്ച കുരുമുളകും ഉണ്ടായിരുന്നു, ഒന്നുകൂടെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇഞ്ചി, വെളുത്തുള്ളി, ഇച്ചിരി വെളുത്തുള്ളി കേട്ടോ, കറിവേപ്പില, പച്ചമുളക്, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി അല്ലെ കയ്യിൽ കിട്ടുന്ന ഞാനൊരു 1/4 സബോള, ചെറിയ സബോളയുടെ 1/4 ഭാഗം കേട്ടോ, അധികം ചേർക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ. കറിവേപ്പില ഇത്ര നന്നായിട്ട് ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ തേങ്ങ ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ശക്കല ഉപ്പും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഇതിനെ ഇട്ട് മിക്സിയിൽ ഇട്ടൊന്ന് ഒതുക്കിയെടുത്താലും മതിയാവും. ഞാൻ ഇതിനെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി എന്ന് വെക്കാമെന്ന് വിചാരിച്ച്. അമ്മച്ചിമാരിങ്ങനല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അമ്മച്ചി സ്പെഷ്യലിസ്റ്റാണ് ഇതുപോലെ ഇങ്ങോട്ട് മത്തി അങ്ങോട്ട് പീരിയിടാൻ. ഓഹ് എന്താ കളി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ. ചിലർ മുളക് പൊടി ചേർക്കും, പക്ഷെ അതിനോട് കൂട്ടിയാണ് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് കൂടുതലും ചേർക്കുന്നത്. മനസ്സിലായല്ലോ. ഇവരെല്ലാവരും നന്നായിട്ട് കായ കൊണ്ട് അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിനെ നമ്മുടെ മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മീനകത്തോട്ട് നമ്മുടെ ഈ പീര ഇട്ട് കൊടുക്കുന്നത് കണ്ടോ. നല്ല സുന്ദരം പീരയാണ്, ഞാൻ വെള്ളം പോലും തൊട്ടിട്ടില്ല. സുന്ദരമായ പീര, നല്ല ഫ്രഷ് തേങ്ങ, കിജികിജ കണ്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതിനാണെന്നറിയാമോ, ഇതിലേക്ക് നമ്മുടെ കുടംപുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലർ വാളംപുളി ചേർക്കുന്നുണ്ട്, പക്ഷേ എനിക്കിഷ്ടം കുടംപുളിയാണ് കേട്ടോ. നമ്മുടെ ഫ്രഷ് കുടംപുളി, ആരോ പറമ്പിൽ ഉണ്ടാക്കിയ ഫ്രഷ് കുടംപുളിയാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അവനെ ഇതിലേക്ക് ഒഴിക്കാം. കുടംപുളി ഞാൻ വൃത്തിയാക്കിയതാണ്, അതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾ കണ്ടോ, വെള്ളത്തിലിട്ടിട്ട് ഞാൻ അതിനെ ഇച്ചിരി ഒന്ന് പീച്ചി എടുക്കും. അപ്പോഴേക്കും അതിൻ്റെ ആ ഗുണമെല്ലാം നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. വലിയ പീസുകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിടും. ഇതിനൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിടും, രണ്ടാക്കി ഇങ്ങനെ പൊളന്നിടും. സുരേഷ് ആണെങ്കിലും മത്തിക്കകത്ത് കിടക്കുന്ന ഇതുപോലത്തെ കുടംപുളി കഴിക്കും. സുരേഷ് പറഞ്ഞാൽ നല്ലതാണ്, കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടോ, ഇത് ഭയങ്കര സന്തോഷമായിരിക്കും. സുരേഷിന് അറിയത്തില്ല ഞാൻ മത്തിപ്പീര വെക്കുന്ന കാര്യം. ഇതാ ഇച്ചിരി പുളി അങ്ങോട്ട് നിൽക്കട്ടെ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ തേങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങും, നമ്മുടെ മീനിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇപ്പം നമ്മൾ ഈ ഒഴിച്ച ഇതിൻ്റെ എല്ലാം ഉണ്ട്. അപ്പം ജസ്റ്റ് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. ബാക്കിയൊക്കെ ഇത് നന്നായിട്ട് വന്നോളും കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങാപ്പീരയെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് നല്ല സുന്ദരമായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ഇതിനകത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി വെള്ളം ഒഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ മിക്സ് ചെയ്തതിൻ്റെ അല്ലേ നമ്മുടെ ഇതിനകത്തൊക്കെ ചതച്ചതിനകത്തോട്ട് തരി വെള്ളം എടുക്കുക. ഇതുപോലെ തരി വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് കുടഞ്ഞു കൊടുക്കുകയും ചെയ്യാവുള്ളൂ കണ്ടോ. ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇത്ര വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എപ്പോഴും നല്ല ടേസ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ കണ്ടോ, സുന്ദരമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതിൻ്റെ മൺചട്ടിയുടെ പാത്രമില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ ഇത് വെച്ചാണ് ഞാൻ മൂടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊന്ന് തിളച്ചൊന്ന് വേകട്ടെ. പെട്ടെന്ന് തന്നെ വേകും, കടമീൻ പെട്ടെന്ന് വേകുമല്ലോ. ഓക്കെ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മത്തിപ്പീര ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇച്ചിരി വെള്ളം നിങ്ങൾ കാണുന്നുണ്ട്, ആ വെള്ളം ഇപ്പം പറ്റിക്കോളും. ആ സമയത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കേട്ടോ, നിങ്ങളുടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും, നല്ല ടേസ്റ്റാണ് ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇച്ചിരിയും കൂടെ ഒന്ന് ഒരു 1-2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയാണ്. ആ സമയത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിയാവാൻ സുന്ദരമായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇറങ്ങി, എന്താ കളി, എന്നാ മണം, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് കഴിക്കാൻ വേണ്ടി. അപ്പം എന്തായാലും ഒരു 1-2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഈ മീൻ ഇച്ചിരി ഒന്ന് കഴിച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കേട്ടോ. ഇച്ചിരി ചോറും കൂട്ടി ഇവനെ അടിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കറിയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. നല്ല മീൻപീര, നല്ല പുളിയും എല്ലാം കൂടെ കൂട്ടി നല്ല ടേസ്റ്റാണ്.
അപ്പം ഈ രീതിയിൽ ഇതേവരെ വെക്കാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. സൂപ്പർ മെത്തേഡ് തന്നെയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങൾ അമ്മച്ചി ചെയ്യുന്ന സ്പെഷ്യൽ മെത്തേഡാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.